രണ്ട് വ്യത്യസ്ത മേഖലകളിലുള്ള കലാകാരന്മാരുടെ ഒരുമിച്ചുള്ള വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാൻ എന്ത് വേണം? ചായങ്ങൾ വേണമല്ലേ? എന്നാൽ പ്രമോദ് ഗോപാലകൃഷ്ണൻ അങ്ങനെയല്ല. മണ്ണിൽ നിന്നാണ് അദ്ദേഹം ചായങ്ങൾ ഉണ്ടാക്കുന്നത്. വളരെ വ്യത്യസ്തമായ ചിത്രങ്ങൾ. ഇതോടൊപ്പം തന്നെ ഒരു മാനവ ഗീതങ്ങൾ ഇത് പാടി ആസ്വാദകരുടെ മനസ്സ് കീഴടക്കുകയാണ്, കേൾവിക്കാരുടെ മനസ്സ് ഇറക്കിയാണ് സാലിമോൻ കുമ്പളങ്ങി. ഈ പ്രമോദ് ഗോപാലകൃഷ്ണൻ്റെയും സാലിമോൻ കുമ്പളങ്ങിയുടെയും കലാവിശേഷങ്ങൾ, കലാവിരുന്നുകൾ നമുക്ക് കാണാം. മണ്ണും മനുഷ്യനും അകന്നു പോകുന്ന ഈ കാലത്ത് പ്രമോദ് ഗോപാലകൃഷ്ണന്റെ ചിത്രരചനാ രീതിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. മണ്ണുകൊണ്ട് ചിത്രം വരയ്ക്കുന്നത് മനുഷ്യ ചരിത്രത്തിന്റെ പ്രാരംഭ കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നതായാണ് കണ്ടെത്തൽ. അതിനെ ഏറ്റവും ആധുനികമായി വീണ്ടെടുക്കാനാണ് ഈ കലാകാരന്റെ ശ്രമം. ആയിരക്കണക്കിന് വ്യത്യസ്തങ്ങളായ മണ്ണും നിറങ്ങളും ലോകത്തുണ്ട്. അതിനെ ഓരോരുത്തരും പരിചയപ്പെടേണ്ടതാണ്. മണ്ണിനെ അടുത്തറിയാൻ കലയുടെ സഹായം തേടുകയാണ് പ്രമോദ്. 60,000 വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിനിലെയും പല ഗുഹ ചിത്രങ്ങളും ഒക്കെ വരച്ചിട്ടുള്ളത് മണ്ണുകൊണ്ട് തന്നെയാണ്. ഇലയുടെ ചാറുകൾ, പഴങ്ങളുടെ ചാറുകൾ, പൂക്കളുടെ ചാറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആദ്യകാലങ്ങളിൽ ചിത്രരചന നടത്തിയിട്ടുള്ളത്. മണ്ണ് എന്ന് പറയുമ്പോൾ ഒറ്റ കളറാണ് എന്ന് പറയുകയും, പക്ഷേ എല്ലാ രാജ്യത്തെയും എല്ലാ സ്റ്റേറ്റിലെയും എല്ലാ പ്രദേശങ്ങളിലെയും മണ്ണുകൾക്ക് നല്ല വ്യത്യാസമുണ്ട്. കല തന്നെ രാഷ്ട്രീയമാണ്. ലോകത്ത് വൈവിധ്യങ്ങൾ ഇല്ലാതാകുന്ന കാലത്ത് വ്യത്യസ്തതകളെ ആഘോഷമാക്കണമെന്നും എങ്കിൽ മാത്രമേ ലോകം നിലനിൽക്കൂ എന്നുമുള്ള കാഴ്ചപ്പാടാണ് ചിത്രങ്ങളിലൂടെ കലാകാരൻ പറയുന്നത്. നമ്മുടെ വസ്ത്രധാരണ രീതിയും ഭക്ഷണ രീതിയും കളറും സംസാരവും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന അത്രമാത്രം വൈവിധ്യങ്ങളുള്ള ഡൈവേഴ്സിറ്റിയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ഇല്ലാണ്ടാവുന്നുണ്ടോ എന്നൊരു സംശയം കൂടി നമുക്ക് വരുന്നൊരു സമയത്താണ് നമ്മൾ ആ വൈവിധ്യങ്ങളെ സെലിബ്രേറ്റ് വൈബ്രേഷൻ, വൈബ്രേറ്റ് ആ ഒരു സാധനത്തിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു അതാണ് എൻ്റെ ഈ തീം. ആ വ്യത്യസ്തത സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് രാജ്യം ആ വൈവിധ്യത്തിൽ നിലനിൽക്കാൻ പറ്റുന്നത്. മണ്ണ് പൊടിച്ച് തരികൾ കളഞ്ഞെടുക്കുന്നു. അതിൽ മൈദ കുറുക്കി ഒഴിച്ചാണ് ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് 60,000 വർഷം മുമ്പ് പഴക്കമുള്ള കളറുകൾ ഇപ്പോഴും ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വികസനം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ, ടെക്നോളജി എന്ന് പറയുന്ന സാധനത്തിന് വീണ്ടും സംശയത്തിൽ നോക്കേണ്ട ഒരു അവസ്ഥയാണ്. ബ്രഷ് ഉപയോഗിക്കാതെ കൈകൊണ്ട് തന്നെയാണ് ചിത്രരചന. മണ്ണിനെ തൊട്ട് ആശയങ്ങളെ പകർത്തുമ്പോൾ അതിന് ആത്മാർത്ഥത കൂടുതലായിരിക്കുമെന്നാണ് പ്രമോദിന്റെ അനുഭവം. തീരപ്രദേശത്തെ മണ്ണ് കൂടുതൽ ചെളിയായിരിക്കും. കിഴക്കൻ മേഖലകളിലേക്ക് പോകുന്തോറും ഈർപ്പം കുറഞ്ഞ് അവ പൊടിയാകുന്നു. വ്യത്യസ്തമായ മണ്ണുകളെ തൊട്ടറിയാനുള്ള വേദി കൂടിയായിരുന്നു ചെങ്ങമ്പുഴ പാർക്കിൽ ഒരുക്കിയത്. പുതുതലമുറയ്ക്ക് ആദ്യം മണ്ണിൽ തൊടാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. എന്നാൽ ഒരു തവണ തൊട്ടുകഴിഞ്ഞാൽ അതിനോട് വല്ലാത്ത ഇഷ്ടമുണ്ടാകാറുണ്ടെന്നും പ്രമോദ് പറയുന്നു. തെരുവുകളെ വേദികളാക്കി മാനവഗീതങ്ങൾ പാടുകയാണ് സാലിമോൻ കുമ്പളങ്ങി. മതസ്ഥരെ സ്നേഹിക്കരുതെന്ന തത്വം, ദ്രോഹിക്കണമെന്ന തത്വം ഗീതയിലുണ്ടോ, ഖുറാനിലുണ്ടോ, ബൈബിളിലുണ്ടോ പറയോ. 11 വയസ്സിൽ തുടങ്ങിയ കലാജീവിതമാണ് ഇപ്പോഴും തുടരുന്നത്. കേരളത്തിലെ, പ്രത്യേകിച്ച് കൊച്ചിയിലെ കലാകൂട്ടായ്മകളുടെ ഭാഗമായിട്ടാണ് ജീവിതം മുഴുവൻ. മനുഷ്യനോട് അടുത്തുനിന്ന് മാനവഗീതങ്ങൾ പാടുന്നതിൽ സംതൃപ്തിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ, സാധാരണക്കാരായ മനുഷ്യന് വേണ്ടി പാടുക, കൊട്ടും പാട്ടും എന്നുള്ള ഒരു പരിപാടി എന്നുള്ളത്, മാനവഗീതങ്ങൾ എന്നൊരു പരിപാടിയാണ് ഇപ്പോൾ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. അത് സാംസ്കാരികമായ പാട്ടുകൾ മാത്രം പാടിക്കൊണ്ടാണ് നിൽക്കുന്നത്. കാരണം അതങ്ങനെ തിരഞ്ഞെടുക്കേണ്ടി വന്നതാണ്. കിട്ടുന്ന അവസരങ്ങളൊക്കെ തെരുവിലായിരിക്കും ഞാൻ കൂടുതലും തെരുവിൽ നിന്ന് പാടുന്ന ഒരാളാണ്. സ്റ്റേജിലൊക്കെ പാടി ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയേക്കാം. എങ്കിലും
തെരുവിൽ നിന്ന് പാടാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. സമൂഹമായിട്ട് അടുത്ത് നിന്ന് അവരുടെ മുഖത്ത് നോക്കി നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് പാടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വാനരനിൽ നിന്നും നരനായി വളർന്നു വന്നവൻ മനുഷ്യൻ, വടിയെടുത്തു കനി കുഴിച്ചു പശിയടക്കി വാണവൻ മനുഷ്യൻ, കല്ലുരച്ചു തീയെടുത്ത് കന്നുപൂട്ടി കൃഷിയെടുത്ത് നല്ല ഭൂമി നേടുവാൻ ഉറച്ചവൻ മനുഷ്യൻ. ONV കുറുപ്പ്, കരിവള്ളൂർ മുരളി, MM സജീന്ദ്രൻ തുടങ്ങിയവരുടെ കവിതകളാണ് പ്രധാനമായും സാലിമോൻ തിരഞ്ഞെടുക്കാറുള്ളത്. ചങ്ങമ്പുഴ പാർക്കിൽ വിവിധ കൂട്ടായ്മകൾ ചേർന്ന് നടത്തിയ ഡിഫറൻഷ്യ 2025 പരിപാടിയിലായിരുന്നു പ്രകടനം. ഡിഫറൻഷ്യ എന്ന പ്രോഗ്രാമിൻ്റെ പേര് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ആലോചിച്ചത് യഥാർത്ഥത്തിൽ ഈ വൈവിധ്യങ്ങളെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിലൂടെ മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തതകളാണ് യഥാർത്ഥത്തിൽ എല്ലാ സൗന്ദര്യം എന്ന് പറയുന്നത്. വ്യത്യസ്തതകൾ കൊച്ചിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. കലകളുടെയും കലാകാരന്മാരുടെയും പിന്തുണയോടെ രൂപപ്പെടുന്ന ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കൊച്ചിയിലെ കൂട്ടായ്മകൾ. ഏതു വേദത്തിലുണ്ടന്യമതസ്ഥരെ സ്നേഹിക്കരുതെന്ന തത്വം, ദ്രോഹിക്കണമെന്ന തത്വം ഗീതയിലുണ്ടോ, ഖുറാനിലുണ്ടോ, ബൈബിളിലുണ്ടോ പറയൂ.